എടി വിലാസിനി, നമ്മുടെ സാക്ഷരതാ ക്ലാസ്സിലെ വഴിക്കണക്കിൻ്റെ ഉത്തരം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? ആ, കാര്യം നമ്മുടെ ടീച്ചറൊക്കെ തന്നെയാണ്. പക്ഷെ ആ സെലീന കൊച്ചിനൊരു കുന്തം അറിയില്ല. ഇതൊക്കെ എങ്ങനെ ടീച്ചറായെന്ന് ഞാൻ ആലോചിക്കുക. ഏത് എൻ്റെ സഞ്ജുവോ? അന്ന് ഞാൻ അവനോട് ചോദിക്കാം. അവനോട് ചോദിച്ചിട്ട് തന്നെ കാര്യം. ഞാൻ വിളിക്കാടി. എടി കൃഷ്ണ, ഇങ്ങോട്ടൊന്ന് വന്നെടി. ഇങ്ങോട്ടൊന്ന് വന്നേ. അച്ഛമ്മ പറഞ്ഞോ, ഞാൻ കേൾക്കുന്നുണ്ട്. എടി എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്, അല്ല അവിടെ എന്നോട്ട് കാണിക്കാനല്ല. ഇങ്ങോട്ട് വാ. എന്തുവാ? എടി നമ്മുടെ സഞ്ജുവിന് വല്ല ലൈൻ വല്ലതും ഉണ്ടോടി? ലൈനോ? മറ്റേ ബുക്കിലിട്ട ലൈനാണോ? അതല്ലടി വേണേ. അമ്മ, അമ്മക്ക് അമ്മയുടെ ഈ ഹോബി അത്ര നല്ലതല്ല കേട്ടാ. എന്തുവാ? പത്രം ഇങ്ങനെ വെട്ടി വെച്ച് കഴിഞ്ഞാൽ അമ്മച്ചിമാർക്ക് പത്രം വായിക്കണ്ടേ? അതിന് അപ്പച്ചി പത്രമൊക്കെ വായിക്കൂ. നീയാണോ വെട്ടി വെച്ചത്? ഞാനും അല്ല അവളും അല്ല. നിങ്ങൾ രണ്ടുപേരും അല്ലേ? അല്ല. ചേച്ചി പറഞ്ഞു അമ്മയ്ക്ക് പത്രത്തിൽ നിന്ന് വാർത്ത വെട്ടിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന്. അവളെ അമ്മയ്ക്കാ പത്രത്തിൽ നിന്ന് ഇങ്ങനെ വെട്ടിവെക്കുന്ന സ്വഭാവം, അല്ല എനിക്കല്ല. എന്തോ അച്ഛമ്മ എപ്പൊ നോക്കിയാൽ ഞങ്ങളുടെ അമ്മൂമ്മേനെ പറയണത്? അവൾ എന്നെ പറഞ്ഞ അവിടെ അമ്മേനെ അല്ല അവിടെ അച്ഛനെ വരെ ഞാൻ പറയും. അപ്പൊ നിങ്ങൾ രണ്ടുപേരും അല്ല? അല്ല. അമ്മ ഒട്ടും അല്ല. അപ്പൊ ഇത് ആരാണ് ചെയ്തത്? എടി നിനക്ക് ഇവിടുന്ന് ഒന്ന് പോയി തരാവോ? ഞാനിവിടെ നിന്നെന്തോ കുഴപ്പം? ചോരവടി എടുക്കണോ? വേണ്ട, പൊക്കോളാം. എന്നാ പോ. ഈ അപ്പച്ചിക്ക് അച്ഛമ്മേനെ ഇപ്പോഴും പേടിയണോ? നിനക്കെന്നെ പേടിയില്ലേ? അത് വീട്. അച്ഛമ്മ മറ്റേ സഞ്ജുവിന്റെ കാര്യം പറ. എടി അവന് വല്ല പ്രേമമുണ്ടോ? ഈ അമേരിക്കയിൽ ഏതെങ്കിലും പെണ്ണുങ്ങളുമായിട്ട് വല്ല പ്രേമമുണ്ടോന്ന്? അവന്റെ സ്വഭാവം അനുസരിച്ച് അമേരിക്കയിൽ നിന്ന് മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാജ്യത്തിൽ നിന്നും അവന് പ്രേമം ഉണ്ടാവും. അവന്റെ പ്രേമം ഞാൻ ശരിയാക്കി കൊടുക്കാം. എന്തോ അച്ഛമ്മ, അവൻ പ്രേമിച്ചോട്ടെ. ഈ പ്രായത്തിലല്ലേ പ്രേമിക്കാൻ പറ്റൂ? ഈ പ്രായത്തിൽ പ്രേമിക്കാൻ നടക്കുന്നു. നിനക്കും വല്ല പ്രേമം ഉണ്ടോടി? ഞാൻ പ്രേമിച്ചോട്ടെ? ഒറ്റ തല്ലി വെച്ചെന്നാലുണ്ടല്ലോ പ്രേമിക്കാൻ നടക്കുന്നു. പൊടി അവിടുന്ന്. എന്നെ അവിടെ നിന്ന് വിളിച്ചു വരുത്തിട്ട് അവമാനിക്കുന്നല്ലേ? ഒരു കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവള് പ്രേമക്കാരും എടുത്തോണ്ട് വരും. പൊടി അവിടുന്ന്. ഞാൻ പോവാ. പ്രകാശി, ഇതെന്ത് പണിയാണ്? വാതിലും തുറന്നിട്ട് അകത്ത് കയറിയിരിക്കണോ? സൂക്ഷിക്കണം കേട്ടാ, നാട്ടിലൊക്കെ കൊള്ളക്കാരിറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഏത് കൊള്ളക്കാർ എന്തോ കൊണ്ടുപോകാനാണ്? എന്നാ അവൻ 10 വയസ്സ് ഇവിടെ വച്ചിട്ടു. അയ്യോ, നിങ്ങളെ കൊള്ളയടിക്കാനല്ല, നിങ്ങളുടെ അമ്മയായിരിക്കും അവരുടെ ടാർഗറ്റ്. അത് ശരിയാ കേട്ടോ. അമ്മയുടെ കഴുത്തേലും കയ്യിലും ഒക്കെ ഇഷ്ടംപോലെ സ്വർണം കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അതിരിക്കട്ടെ, നീ കൊള്ളയടിച്ചോണ്ട് പോയ സാധനം കൊണ്ടുവന്നാ? കമ്മല്. മിണ്ടരുത്, വാക്കും മിണ്ടരുത്. നീ കമ്മലെന്നൊന്നും ഉറക്കെ പറയാൻ പാടില്ല, അത് സീക്രട്ട് ആയിരിക്കണം. കൊണ്ടുവന്നോ എന്നാണ് ചോദിച്ചത്. പിന്നെ കമ്മലെന്നല്ലാണ്ട് പിന്നെ മാലാന്ന് വിളിച്ചു പറയാൻ പറ്റും? എന്തോന്നാണ് ഇത് കമ്മല് മാല എന്നൊക്കെ പറഞ്ഞിട്ട്? ആഭരണങ്ങളുടെ പേരൊന്നും പറയണ്ട. നീ ഇത് കൊണ്ടുവന്നോ? കൊണ്ടുവന്നു. എടാ എന്തുവാടാ നിങ്ങൾ ഈ കമ്മലും വളയെന്നൊക്കെ പറയുന്നത്? അത് പിന്നെ ഞങ്ങളൊരു ഫാൻസി സ്റ്റോർ തുടങ്ങുന്നുണ്ട്. അവിടെ കുറെ കമ്മലും മാലയൊക്കെ തൂക്കിയിടാൻ വേണ്ടേ. എന്തിനു? ഒരു പ്രയോജനമില്ല, അതും പൊട്ടും. പൊട്ടിയാ ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഈ നേടാ ഇവനെ ചീത്തയാക്കാൻ വരുന്നത് എപ്പോഴും ഇങ്ങോട്ട്. എന്താണിത് ഈ പ്രകാശ്? എന്തുവാ എന്താ പ്രശ്നം? എന്തുവാ?